ആക്ടീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ +2കാരുടെ എക്കണോമിക്സ് പരീക്ഷ ക്രിസ്മസ് എക്സാം ഉണ്ടല്ലോ, ഇതിലെ വൺ വേർഡ്സിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദ്യങ്ങൾ നോക്കാം, എന്നിട്ട് മലയാളം മീഡിയത്തിലോട്ട് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഇസ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്, അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം ഷേപ്പ് ഓഫ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവ്. അതായത് നമ്മുടെ AFCയുടെ ഷേപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നോക്കൂ, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനകത്ത് എന്താ പ്രത്യേകത? ARഉം MRഉം തുല്യമായിരിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം. AR = MR ആണ്. അത് തന്നെയാണ് നമ്മൾ പ്രൈസ് ലൈൻ എന്നും പഠിക്കുന്നത്, അല്ലേ? യെസ്. ഇനി അഞ്ചാമത്തെ ചോദ്യം ഇഫ് ഫേംസ് ക്യാൻ എൻ്റർ ആൻഡ് എക്സിറ്റ് ദ മാർക്കറ്റ് ഫ്രീലി ദെൻ. ഇത് ഒരു റെയറായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താ പറയുക, നോക്കൂ, ഒരു ഫേമിന് ഫ്രീ ആയിട്ട് ഒരു മാർക്കറ്റിനകത്ത് എന്താ പറയുക, കയറാനും ഇറങ്ങാനും പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്താണ് അർത്ഥം? ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. പ്രൈസ് = മിനിമം AC. അതായത് പ്രൈസ് മിനിമം ACക്ക് തുല്യമായിട്ട് വരുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫേംസിന് ഫ്രീ ആയിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു മാർക്കറ്റിൽ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളണം കേട്ടോ. ഇനി ആറാമത്തെ ചോദ്യം ഇഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ദെൻ ദ സിറ്റുവേഷൻ ഈസ്. ഇതെളുപ്പമല്ലേ? അതായത് സപ്ലൈനേക്കാൾ നമ്മുടെ ഡിമാൻഡാണ് ഏറ്റവും കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉത്തരം വരുന്നത്? ബി ആണ് ഉത്തരം വരുന്നത്. എക്സസ് ഡിമാൻഡ്. ഡിമാൻഡ് കൂടി നിൽക്കുന്നു, സോ എക്സസ് ഡിമാൻഡ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലോട്ട് വരുമ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് റിലേറ്റഡ് ടു മാക്രോ എക്കണോമിക്സ്, അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് മൈക്രോയുടെ മാക്രോയുടെ എക്സാമ്പിൾസ് നോക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. മാക്രോയ്ക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഇത് നാഷണൽ ഇൻകം, അഥവാ നാഷണൽ ഇൻകം ആണ് നമ്മൾ എന്താണ് മാക്രോ എക്കണോമിക്സിനകത്താണ് നമ്മൾ നാഷണൽ ഇൻകത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകം ആണ് ഇവിടെ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ, നമ്മുടെ ഒരു മാക്രോയ്ക്കകത്ത് രണ്ടാമത്തെ പാഠം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു പോർഷൻ പഠിക്കുന്നുണ്ട്. അതിനകത്തുള്ള ഒരു ഇക്വേഷനാണ് കേട്ടോ ഇത്. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ബേസിക് പ്രൈസസ് ഈസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഇക്വേഷനാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എഴുതാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ഉത്തരം. GV @ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് M1 = കറൻസി പ്ലസ് ഡാഷ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. ഇത് ഏത് ചാപ്റ്റർ ആണെന്നറിയോ? നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ, നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഒക്കെ ഫങ്ഷൻസ്, മോണിറ്ററി പോളിസി ബേസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഒരു നാരോ ആൻഡ് ബ്രോഡ് മണി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു ഇക്വേഷനാണ് ഈ M1 എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് അത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം. ഓക്കെ, അപ്പം എന്തായാലും ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. ഇനി പത്താമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. MPS = 1 - MPC എന്നുള്ള ലെവലിലാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മലയാളം മീഡിയത്തിലോട്ട് പോകാം. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദേശീയ വരുമാനത്തിൻ്റെ വിതരണവുമായിട്ടാണ് വരുന്നത്, അല്ലേ? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ദേശീയ വരുമാനത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, നിസ്സംഗത വക്രത്തിൻ്റെ ചരിവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. ഓക്കെ, സീമാന്ത പ്രതിസ്ഥാപന നിരക്കാണ് നിസ്സംഗത വക്രത്തിൻ്റെ ചരിവ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം ശരാശരി സ്ഥിര ചെലവ് വക്രത്തിൻ്റെ ആകൃതി എന്തായിരിക്കും എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മട്ടകോണ അതിവലയം അല്ലെങ്കിൽ നമുക്ക് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയാം. മട്ടകോണ അതിവലയം എന്നോ റെക്ടാങ്കുലർ ഹൈപ്പർബോളോ എന്ന് പറയാം ശരാശരി സ്ഥിര ചെലവ് വക്രത്തിൻ്റെ ആകൃതി. നാലാമത്തെ ചോദ്യം ഒരു പൂർണ്ണ കിട മത്സര കമ്പോളത്തിൽ എന്തായിരിക്കും പ്രത്യേകത? നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ARഉം MRഉം തുല്യമായിരിക്കും. ആവറേജ് റവന്യൂ, മാർജിൻ റവന്യൂ രണ്ടും പരസ്പരം തുല്യമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ദെൻ അടുത്ത് നോക്കൂ, അഞ്ചാമത്തെ ചോദ്യം സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി കമ്പോളത്തിൽ പ്രവേശിക്കുന്നതിനും ഒഴിഞ്ഞു പോകുന്നതിനും കഴിയുമെങ്കിൽ അത് എന്തായിരിക്കും അവസ്ഥ? നോക്കൂ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രൈസ് എന്ന് പറയുന്നത് P = മിനിമം
മിനിമം എ സി, പ്രൈസ് എന്ന് പറയുന്നത് മിനിമം എ സിക്ക് തുല്യമാകുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ സംഭവിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം, ചോദനം പ്രധാനത്തെക്കാൾ കൂടുതലാണ് എങ്കിൽ സാഹചര്യം എന്താണ്? എളുപ്പമല്ലേ ഇതാ. ഓപ്ഷൻ ബി ആണ് അമിത ചോദനം. ചോദനമാണ് അവിടെ കൂടി നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അമിത ചോദനമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ബി ആണ്. ഇനി അടുത്ത നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? യെസ്, നമ്മുടെ ഓപ്ഷൻ സി ആണ്, ദേശീയ വരുമാനമാണ്. ഓക്കെ, ദേശീയ വരുമാനമാണ് നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മാക്രോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് മൊത്തം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം അഥവാ GVA എന്ന് പറയാം നമുക്ക്, അടിസ്ഥാന വിലയിൽ. ഇത് നമ്മുടെ മാക്രോയ്ക്കകത്തെ രണ്ടാമത്തെ പാഠം പഠിക്കുന്നുണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ വരുന്നൊരു ടോപ്പിക്കാണ് മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്കിനകത്ത് കുറേ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് അവിടെ ആ ഒരു റീജിയൻ വൈസ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷനാണ്. നോക്കൂ, മൊത്തം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യത്തിൻ്റെ അടിസ്ഥാന വിലയിൽ നമുക്ക് എങ്ങനെ പറയാം അത്? യെസ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉൽപ്പാദക ചെലവിലുള്ള GVA പ്ലസ് അറ്റ ഉൽപ്പാദന നികുതികൾ. ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യം, M1 = കറൻസി പ്ലസ് ഡാഷ്, എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ആണ്, ദൈനംദിന നിക്ഷേപമാണ് ഉത്തരം. M1 = കറൻസി പ്ലസ് ദൈനംദിന നിക്ഷേപം. ഇത് നമ്മുടെ മാക്രോയ്ക്കകത്തെ മൂന്നാമത്തെ പാഠം ഉണ്ടല്ലോ, മോണിറ്ററി പോളിസി ഒക്കെ പഠിക്കുന്ന ചാപ്റ്റർ, അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ഒമ്പതാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ദൈനംദിന നിക്ഷേപം. പത്താമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിൽ ശരിയായത് ഏതെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് അറിയാം എന്താണ്, MPS = 1 - MPC എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ.